360 ഇല്ല എന്നുള്ള ഒരു മിസ്സിംഗ് ആയിട്ട്. അത് ശരിക്കും ഈ ഒരു വേരിയന്റ് ഇല്ലെന്നാണോ അതോ നിങ്ങൾ എടുത്ത പ്രൈസ് എത്ര ആയതായിരുന്നു? 25 ഓൾമോസ്റ്റ് ഒരു 25 lakhs കൊടുത്ത് ഒരു വണ്ടി കിടക്കും. ഓരോ ടെറൈൻസ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ മോഡ്സ് മാറ്റാവുന്നതാണ്. എത്ര സ്പീഡ് എടുത്താലും വണ്ടി വളരെ സ്റ്റേബിൾ ആണ്. കാരണം ഇതിന്റെ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ ഓടിച്ച വണ്ടിക്ക് കിട്ടിയ ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, വിവേക് ആണ്, ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടാറ്റ സഫാരിയുടെ ഡാർക്ക് എഡീഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടി അത്യാവശ്യം ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഓടിച്ച് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ വളരെ ഹെവി മാസീവ് ലുക്ക് തന്നെയാണ് വരുന്നത്. പെട്ടെന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ടാറ്റ ഹാരിയറിൻ്റെ സെയിം ലുക്ക് തന്നെയാണ് വരുന്നത്. കാരണം ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ്ലി അതേ സെയിം ലുക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു ബാഡ്ജിങ് പോലെ കൊടുത്തിട്ടുണ്ട്, അത് എക്സ്ട്രാ ചെയ്തിരിക്കുന്നത്. സഫാരി എന്ന ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ വലിയ ടാറ്റയുടെ ലോഗോയും അതുപോലെ ഗ്രിൽസൊക്കെ വരുന്നുണ്ട്. താഴെയായിട്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഇത് 360 ഡിഗ്രി ക്യാമറ വരുന്നില്ല, അതുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ ക്യാമറ ഇല്ല. പിന്നെ സെയിം അതേ DRLs വന്നിട്ടുണ്ട്, അതേ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും അസൈൻ ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് വരുമ്പോൾ വെച്ചാൽ ഒന്ന് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ഒന്ന് ഹാലജൻ ലൈറ്റും താഴെ ഫോഗ് ലാമ്പും വരുന്നുണ്ട്. അത് എല്ലാം കൂടെ ഒരു ക്ലസ്റ്ററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെയായിട്ടൊരു അലൂമിനിയം സ്ട്രിപ്പ് പോലും കൊടുത്തിട്ടുണ്ട്, അത് വളരെ അട്രാക്റ്റീവാണ്. പിന്നെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ വരുമ്പോഴും അത്യാവശ്യം വലിയൊരു SUV ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്നൊരു ടാറ്റ ഹാരിയറിൻ്റെ ലുക്ക് ആണെങ്കിലും ബാക്കി വരുമ്പോൾ 7 സീറ്ററിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ വലിയ ടയേഴ്സും ഒരു സിൽവർ ഫിനിഷിംഗ് ആയിട്ടുള്ള ബ്ലാക്ക് കോട്ടിംഗ് ഉള്ള ഒരു അലോയ് വീൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഡാർക്ക് എഡീഷൻ ആയതുകൊണ്ട് ഇവിടെ ഡാർക്ക് എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്, അത് ഡാർക്ക് എഡീഷന് മാത്രം വരുന്നതാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. 360 അല്ലാത്തതുകൊണ്ട് അവിടെ ക്യാമറാസ് വരുന്നില്ല. പിന്നെ ഇവിടെ എല്ലാം ഒരു നീണ്ട സ്ട്രിപ്പ് പോലെ ഒരു സ്പോട്ടി സ്ട്രിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്, സിൽവർ ഫിനിഷ്ഡ് ആണ്. അതും വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ബാക്ക് വരെ നിൽക്കുന്നുണ്ട്, മുകളിലും ആ ഒരു സ്ട്രിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൻ ഗാർഡ് പോലും വെച്ചിട്ടുണ്ട്. മണ്ടയിൽ നമുക്ക് ആ ഒരു ക്യാരിയറിൻ്റെ ആ ഒരു പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ വെച്ചാൽ നമുക്ക് ബാക്ക് സൈഡിലെ ടെയിൽ ലാമ്പ് ഒക്കെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു വൈഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ വരുമ്പോൾ വെച്ചാൽ ടാറ്റയുടെ ഒരു ലോഗോയും ബാക്കിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു സ്പോയിലേഴ്സും ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ താഴെയായിട്ട് സഫാരി എന്ന് പറഞ്ഞ് വലിയൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും നീണ്ട ഒരു LED സ്ട്രിപ്പ് പോലാണ്. ഇതാണ് ലൈറ്റ് കത്തുന്ന ടൈമിലെ ഒരു ലുക്ക്, അത്യാവശ്യം അട്രാക്റ്റീവ് ലുക്കാണ്. അത് റൈറ്റ് മുതൽ ലെഫ്റ്റ് സൈഡ് വരെ നീണ്ടു നിൽക്കുന്നതാണ്, ആ ഒരു റൈറ്റ് കോർണറിലോട്ട് നീണ്ടു നിൽക്കുന്നുണ്ട്, അത് വളരെ അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇതാണ് ഒരു നൈറ്റ് ടൈമിലെ ലുക്ക് വരുന്നത്. കണ്ടോ, ആ ഒരു ലൈറ്റ് സത്യം പറഞ്ഞാൽ ഒരു 2 സ്ട്രിപ്പ് പോലെ നീണ്ടു നിൽക്കുന്നുണ്ട്, അത് അട്രാക്റ്റീവാണ്. ഇനി ബൂട്ട് സ്പേസ് ഞാൻ തുറന്ന് കാണിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ഏരിയ ഉണ്ട്. 3rd റോ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ബൂട്ട് സ്പേസ് ഏരിയ ആണ് വരുന്നത്. അപ്പം ഈ 2 സീറ്റും കൂടി ഇതുപോലെ ഫോൾഡ് ചെയ്താൽ നമുക്കൊരു 447 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ആണ് വരുന്നത്. അത്യാവശ്യം 3rd റോയിൽ നമുക്കൊരു 5 പാസഞ്ചേഴ്സേ ഉള്ളെന്നുണ്ട്, സുഖമായിട്ട് അത് ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ആ AC വെൻറ്റിൻ്റെ നോബൊക്കെ ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കപ്പ് ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം, ഇവിടെ ലൈറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ 3rd റോ പാസഞ്ചർ ഇല്ലെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് കൺസ്യൂം ചെയ്യാവുന്നതാണ്, ലഗേജൊക്കെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ടാറ്റ സഫാരിയിൽ വന്നിരിക്കുന്ന കീ. അപ്പം കീ എന്ന് വെച്ചാൽ നോക്കുമ്പോൾ നമുക്ക് ഹാരിയറിലൊക്കെ വന്ന അതേ സെയിം കീ തന്നെയാണ് വരുന്നതെന്ന് വെച്ചാൽ ടാറ്റയുടെ ഒരു ലോഗോയും കൂടെ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കീ ആണ്. ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ പിന്നെ ലൈറ്റ്സ് ഓപ്പൺ ചെയ്യാൻ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് വണ്ടിക്കകത്തെ സ്പെക്കും കാര്യങ്ങളും വണ്ടിക്കകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറി. സോ കീലെസ് എൻട്രി ആണ്. നമുക്ക് കീ ഇവിടെ ഹോൾഡ് ചെയ്യാം, പല സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അത് ഞാൻ ബാക്കിലോട്ട് ആക്കി. അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ കീലെസ് എൻട്രി ആണ്. അപ്പം ഞാൻ കീ ഓൾറെഡി കാണിച്ച പോലെ തന്നെ കീ ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്തു. അപ്പം നമുക്ക് ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിരിക്കുന്നത്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ആകുന്നതാണ്. ക്ലച്ചും ബ്രേക്കും കൂടെ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലോട്ട് വരുമെന്ന് വെച്ചാൽ ടാറ്റയുടെ ലോഗോയും കൂടെ ഉള്ള ഒരു ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്, ഫുള്ളി ലെതർ റാപ്ഡ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ എല്ലാത്തരം കണക്ടിവിറ്റി ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് വോളിയം കൺട്രോൾ അതുപോലെ തന്നെ കോൾ എടുക്കാനുള്ള സ്വിച്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്.
പിന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ഒക്കെയാണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നെ ടാറ്റയുടെ ലോഗോയും ഹോണും ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് അല്ലാത്തതുകൊണ്ട് പാരൽ ഷിഫ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലോട്ട് നോക്കുമ്പോഴും നമ്മൾ ടാറ്റ ഹാരിയറിൽ കണ്ട അതേ സെയിം ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് ഇതിലും വന്നിരിക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ വന്നിരിക്കുന്നത്. സ്പീഡോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിജിറ്റൽ സെഗ്മെൻറ്റിൽ ലെഫ്റ്റ് കോർണറിൽ ആണ് ഇതിൻ്റെ RPM മീറ്റർ വന്നിരിക്കുന്നത്. ബാക്കി അതിൽ തന്നെ എല്ലാത്തരം ഇൻഫർമേഷൻസും ഉണ്ട്. വണ്ടിയുടെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻസ് ടു MT, ടൈം, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ബാക്കി എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. നമുക്ക് എത്ര കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ച്, അങ്ങനെ പല ഇൻഫർമേഷൻസും. പിന്നെ ടയർ പ്രഷർ, ഓരോരോ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ടയർ പ്രഷർ നമുക്ക് ഓരോ ടയേഴ്സ് സെപ്പറേറ്റ് കാണിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ പവർ, ടോർക്ക്, അത്രയും ഇൻഫർമേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് അറ്റൻഷൻ അലേർട്ട്, അത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അത്രയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഫുള്ളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനിയും അടുത്തായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ്. അതും വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ്. അത് കോമൺലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഹാരിയറിലൊക്കെ വന്ന് കണ്ട് അതേ ഒരു സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അപ്പോൾ ടാറ്റയുടെ മിക്ക വണ്ടികളും കുറച്ചൊക്കെ കോമൺ ആയിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ്. ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേയുടെ ആ ഒരു ഇൻ്റർഫേസ് എല്ലാം വളരെ കോമൺ ആണ്. പിന്നെ ആ ഒരു കളർ തീമിൻ്റെ ഒരു ഡിഫറൻസേ വന്നിട്ടുള്ളൂ. അപ്പം ആ ഒരു ഇതുമായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിലാണ്. കാരണം ഒരു AC വെൻറ്റും എല്ലാം കൂടെ ഇതുമായിട്ട് വളരെ സിമിലറും ചേർന്നാണ് ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയും നമുക്ക് കൂട്ടാവുന്നതാണ്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇപ്പോഴത്തെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയതുകൊണ്ട് നോച്ചൊക്കെ വളരെ കുറവുള്ള ഡിസ്പ്ലേ ആണ് മറ്റ് പല വണ്ടികളിലും വരുന്നത്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു മൊബൈലൊക്കെ എടുക്കുമ്പോൾ പണ്ടത്തെ ഓൾഡ് സ്റ്റൈൽ ഫാഷനായിരുന്നു ഇത്രയും നോച്ചൊക്കെ വരുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി ഒരു ബെസൽസൊക്കെ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആക്കാമായിരുന്നു എന്ന് തോന്നി. ഇത് വളരെ മോശമാണെന്നല്ല, എന്നാലും കുറച്ചുകൂടെ ഒരു ഫിനിഷിങ്ങിൽ ഒരു എൻഡ് ടു എൻഡ് കുറച്ചുകൂടെ വലിയൊരു സ്ക്രീൻ ആക്കാമായിരുന്നു. പിന്നെ ഇതിൽ എല്ലാത്തരം കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുകൂടാതെ തന്നെ ടാറ്റയുടെ ആപ്പ് ത്രൂ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ താഴെയായിട്ട് നമുക്ക് പാട്ട്, നെക്സ്റ്റ്, ഫോർവേഡ്, അത്രയും സ്വിച്ചസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം കൺട്രോള്, നമുക്കിത് ഓൺ ഓഫ് വന്നിട്ടുണ്ട്. താഴെയായിട്ട് AC വെൻറ്റ് വന്നിട്ടുണ്ട്. അവിടെ താഴെയായിട്ടാണ് ഹാസാർഡ് സ്വിച്ച് വന്നിരിക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡ്സ് സെലക്ട് ചെയ്യാൻ ഇതിന് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഇക്കോ മോഡ്, സ്പോർട്ട് മോഡ്, സിറ്റി മോഡ്, അങ്ങനെ 3 മോഡ്സ് ഉണ്ട്. അപ്പോൾ മോഡ്സ് സെലക്ട് ചെയ്യാൻ ഇത് സ്പോർട്ട് മോഡ്, ഇത് ഇക്കോ മോഡ്, പിന്നെ നോർമൽ മോഡ്. പിന്നെ ലൈറ്റിൻ്റെ ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഹാസാർഡ് സ്വിച്ച് ആണ് വന്നിരിക്കുന്നത്. താഴെയായിട്ട് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെയൊക്കെ പല വണ്ടികളും ടാറ്റയുടെ വണ്ടികൾ കോമൺ ആയിട്ട് വരുന്ന പോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ് താഴെയാണെങ്കിലും ഇതിൻ്റെ ഫുൾ ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം മുകളിലെ സ്ക്രീനിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ആയിട്ട് സെപ്പറേറ്റ് സ്ക്രീൻ ഇല്ല. ഇവിടെ ആയിട്ടാണ് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഓക്സ് കേബിൾ, അതുപോലെ തന്നെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് തന്നെ വയർലെസ് പാഡ് വരുന്നുണ്ട്. അപ്പോൾ വയർലെസ് എനേബിൾഡ് ആയിട്ടുള്ള ഫോണിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ മോഡിൻ്റെ ഒരു റോട്ടറി സ്വിച്ചാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ലാൻഡ് റോഡിലൊക്കെ കണ്ടുപോലെ ഇപ്പം ടാറ്റയുടെ മിക്ക വണ്ടികളിലും ഇതേ ഒരു റോട്ടറി സ്വിച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ടെറൈൻ അനുസരിച്ച് മാറ്റാവുന്നതാണ്. മഡ്, സ്റ്റാൻഡ്, റെയിൻ, അതുപോലെ തന്നെ ഓരോ ഇപ്പം നമുക്ക് ഈ ഡ്രൈവ് സെലക്ടർ മോഡെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ടെറൈൻ അനുസരിച്ച് മാറ്റാവുന്നതാണ്. നമുക്ക് ഓഫ് റോഡിംഗ് ഒക്കെ പോകുന്ന ടൈമിലാണെങ്കിലും നമുക്ക് ഓരോ ടെറൈൻ അനുസരിച്ച് നമുക്ക് റോക്ക്, അതുപോലെ തന്നെ മഡ്, സാൻഡ്, പിന്നെ മഴയൊക്കെ വെറ്റായിട്ടുള്ള ഏരിയ, അത് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അതിൻ്റെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനും, പിന്നെ അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതിൻ്റെയൊക്കെ സ്വിച്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് ഫുള്ളി ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ഗിയർ ലോബാണ് വന്നിരിക്കുന്നത്. ഇതിൽ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വന്നിരിക്കുന്നത്. റിവേഴ്സ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് വെച്ചാൽ ഫ്രണ്ട് സൈഡിലാണ്. പിന്നെ പാർക്ക്, ഓട്ടോ ഹോൾഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത് ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റബിൾ അല്ല വരുന്നത്. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Type-C കേബിൾ ഉണ്ട്, 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് AC വെന്റിലേറ്റഡ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡാഷ്ബോർഡ് വരുമ്പോഴാണെങ്കിലും വലിയൊരു ഡാഷ്ബോർഡ് ഏരിയ ആണ് വരുന്നത്. അവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ ഒരു ഡുവൽ ഏരിയ ആണ് വരുന്നത്. കാരണം ടാറ്റയുടെ മിക്ക വണ്ടികളിലും സ്പേസ് എന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവായ രീതിയിലാണ് മാനേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്, താഴെ വേറെ ഏരിയ ഉണ്ട്. അപ്പോൾ എല്ലാ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലെ ലുക്ക് എന്ന് വെച്ചാൽ വളരെ പ്രീമിയം ക്വാളിറ്റി വരുന്നതും, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ആണെങ്കിലും കുറച്ച് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഫീൽ അല്ല, ഇവിടെ റബ്ബറും അല്ല, നമുക്ക് കുറച്ചുകൂടെ ഒരു ഹാർഡർ മെറ്റീരിയലാണ്. അന്ന് പറഞ്ഞാൽ വളരെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീൽ അല്ല, ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ വണ്ടി ഫ്രണ്ട് എന്ന് വെച്ചാൽ വളരെ അടിപൊളി തന്നെയാണ്, ഒന്നും തന്നെ പറയാനില്ല. പിന്നെ ആകെ എനിക്ക് തോന്നിയിരിക്കുന്നത് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഒരു എൻഡ് ടു എൻഡ് ആക്കാമായിരുന്നു. കാരണം ഇത്രയും ഒരു ഗ്യാപ്പ്, ഒരു വെസൽസ് പോലും വെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നതാണ് എനിക്ക് തോന്നിയ ആകെ ഒരു ഫോൾട്ട്. ഇനി ഞാൻ എൻ്റെ സെക്കൻഡ് റോ സീറ്റിലോട്ട് കയറി കാണിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് കയറാൻ പറ്റുന്നതാണ്.
വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ കയറി. അതുപോലെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫുഡ് സ്റ്റെപ്പ് പ്രായമുള്ളവർക്കാണെങ്കിലും ഫുഡ് സ്റ്റെപ്പ് ഒക്കെ ചവിട്ടിയിട്ട് കയറാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നേരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റിൽ കയറി. അപ്പോൾ സീറ്റ് എന്ന് വെച്ചാൽ വളരെ സപ്പോർട്ടീവ്, വളരെ തൈ സപ്പോർട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്. പിന്നെ മിഡിലായിട്ട് ഇതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത് 2 കപ്പ് ഹോൾഡർ സ്പേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 60/40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ കാര്യമാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഹെഡ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ചാരി വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. അപ്പം ബാക്കിൽ 3 പാസഞ്ചേഴ്സിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ബട്ട് മിഡിലായിട്ട് ചെറിയൊരു ഹൈറ്റ് പോലും വരുന്നുണ്ട്. അതുകൊണ്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്നല്ല, എന്നാലും 2 പേർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, അതുപോലെ റിക്ലൈൻ ഒക്കെ ചെയ്തിരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്ക് ഇവിടെ ആയിട്ട് വരുമെന്ന് വെച്ചാൽ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ ടൈപ്പ് സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 2 ഹോൾഡ് ചെയ്യാൻ, ഇപ്പം 2 മൊബൈലുണ്ട്, ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഏരിയയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിലായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് മാനേജ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെസ്റ്റും നമുക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ഓൺ ആക്കാവുന്നതാണ്. പിന്നെ ഫുള്ളി പാനോറാമിക് സൺറൂഫാണ്, അതിൻ്റെ കാര്യം പറഞ്ഞാണ് ഓൾറെഡി. അങ്ങനെ ഞാൻ വണ്ടിയുടെ 3rd റോ സീറ്റിൽ കയറി. അപ്പോൾ 3rd റോ സീറ്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ബാക്കി വരുന്നത് വെച്ചാൽ 2 പാസഞ്ചേഴ്സിന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള, എസ്പെഷ്യലി ഞാൻ വലിയ ആൾക്കാർ ബാക്കിൽ ഇരിക്കാൻ വെച്ചാൽ പ്രിഫർ ചെയ്യുന്നില്ല. കൂടുതലും ചെറിയ പിള്ളേർക്കൊക്കെ ആയിരിക്കും വളരെ കംഫർട്ടബിൾ. ബട്ട് ബാക്കിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ്. കാരണം AC വെന്റ് വരുന്നുണ്ട്, ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ ഇരുന്നാൽ യാതൊരുവിധ മടുപ്പും വരത്തില്ല. പിന്നെ ലോങ് ഡ്രൈവിലൊക്കെ വരുമ്പോൾ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ AC വെന്റ് എന്ന് വെച്ചാൽ സൈഡിലായിട്ടാണ് വരുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എയർ ഫ്ലോ നമുക്ക് ഡയറക്റ്റ് ലഭിക്കുന്നതാണ്. ആ AC വെന്റ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇവിടെ ആയിട്ട് താഴെയായിട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്, ടൈപ്പ് സി വരുന്നുണ്ട്, അതുപോലെ തന്നെ USB പോർട്ടും വന്നിട്ടുണ്ട്. പിന്നെ കപ്പ് ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പില്ലറിൽ തന്നെ നമുക്ക് ഇതുപോലെ AC വെന്റ് വരുന്നുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ചെറിയൊരു ബോട്ടിലൊക്കെ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പം 3rd റോ സീറ്റ് എന്ന് പറഞ്ഞാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാലും കുറച്ച് വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിൽ വളരെ ഒരു കൺജസ്റ്റഡ് ഫീൽ നമുക്ക് വരത്തില്ല. പിന്നെ ബാക്കിലായിട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സെപ്പറേറ്റ് അത് ഓൺ ആക്കാവുന്നതാണ്. അപ്പം ബാക്കിലാണെന്ന് വെച്ചാലും 3 പേർക്കല്ല, നമുക്ക് 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു 2 സ്റ്റെപ്പ് റിക്ലൈനിങ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് ഇത് നോർമൽ പൊസിഷനിലാണ് ആദ്യം ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് അപ്പോൾ ഒരു 2 സ്റ്റെപ്സ് ഒന്ന് റിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിക്ലൈൻ ചെയ്ത് ഇരിക്കാവുന്ന, കാരണം സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്, 60/40 വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് മാത്രം റിക്ലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് 2 പേർക്കായിട്ട് ഒരുമിച്ചായിരിക്കും ആ റിക്ലൈനിങ് ഓപ്ഷൻ വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഡോർ പാഡയിലോട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ടെക്സ്ചറാണ്. ഈ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്, അത് വളരെ ഫിനിഷിംഗ് ആയിട്ടാണ്. ഇവിടെ ഒരു ബ്ലാക്ക് കോട്ടിംഗ് വരുന്നുണ്ട്, ഒരു സിൽവർ ഫിനിഷ്ഡ് ആയിട്ടാണ് നമുക്ക് ലോക്ക് പാഡൊക്കെ വരുന്നത്. പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ്. ഇവിടുത്തെ ആ ഒരു ബ്ലാക്ക് കോട്ടിംഗ് ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. താഴെയായിട്ട് 2 ബോട്ടിൽ ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്പീക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ആയിട്ട് ഒരു റെഡ് ലൈറ്റ് പോലും കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് ടൈമിൽ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വന്നാൽ അത് ഡോർ ഓപ്പൺ ആണ്, നമുക്ക് വണ്ടിക്ക് പെട്ടെന്ന് ലൈറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ, നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡിലെ ഡോറയിലാണെങ്കിലും അതേ സെയിം ടെക്സ്ചറൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ചുകൂടെ സ്വിച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അതായത് 4 പവർ വിൻഡോയുടെ സ്വിച്ചസ്, ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ആ ഒരു ഡിഫറെൻറ്റ് കളർ ടെക്സ്ചറും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്കിതിൻ്റെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ആ നോർമൽ സ്പേസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ സ്പേസ് മാനേജ്മെൻറ്റൊക്കെ വളരെ എഫക്റ്റീവായിട്ടാണ് ടാറ്റയുടെ എല്ലാ വണ്ടികളിലും ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റ്സ് വരുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. നല്ല കുഷനിങ്ങും ഉള്ള ആ ഒരു ഡിഫറെൻറ്റ് ഒരു തീം, ആ ഒരു ടെക്സ്ചറുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വണ്ടിയുടെ ഡ്രൈവിംഗ് ഫീലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര സ്പീഡ് എടുത്താലും വണ്ടി വളരെ സ്റ്റേബിളാണ്. കാരണം അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആൻഡ് ബെറ്റർ സസ്പെൻഷനാണ് ഏറ്റവും പുതിയ ടാറ്റ സഫാരിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടെറൈൻസ് പോയെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു കംഫർട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൽ പല മോഡ്സും ഓരോ ടെറൈൻസ് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മോഡ്സ്, വെറ്റ്, സാൻഡ്, അങ്ങനെയൊക്കെ ഓരോ മോഡ്സ് മാറ്റാറുണ്ട്. അപ്പോൾ ആ ഓരോ മോഡ് മാറുന്നതനുസരിച്ച് നമുക്ക് ഡ്രൈവിങ്ങിൽ ആ ഒരു ഫീൽ, ആ ഒരു ചേഞ്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം നല്ല സ്റ്റേബിളാണ് വണ്ടി, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഹാൻഡ്ലിംഗ്
സ്റ്റിയറിംഗും ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു സ്റ്റിഫ്നെസ് വരുന്നതാണ്. അതുമാത്രമാണ് എനിക്ക് തോന്നിയ ഒരു ഡ്രോബാക്ക്. പിന്നെ കുറച്ച് ടോപ്പ് സ്പീഡ് എടുക്കുന്ന ടൈമിൽ സ്റ്റിയറിംഗ് കുറച്ചുകൂടെ സ്റ്റിഫറായിട്ടിരിക്കുന്നതാണ്. കാരണം നമുക്ക് കൂടുതൽ ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നതാണ്. എത്ര സ്പീഡ് എടുക്കുമ്പോഴും വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പോകത്തില്ലെന്ന ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നതാണ്. അതിൻ്റെ കാര്യത്തിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഉള്ളതുകൊണ്ട് വളരെ എഫിഷ്യൻ്റായിട്ട് എനിക്ക് തോന്നി. എന്നാലും നമുക്ക് ചെറിയ സൈഡിലൊക്കെ ഇട്ട് തിരിക്കാനൊക്കെ വരുമ്പോൾ കുറച്ച് സ്റ്റിഫർ സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് വരുന്നുണ്ട്, ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ടെറൈൻസ് അനുസരിച്ച് മോഡ് മാറ്റാവുന്നതാണ്. ഇപ്പം കണ്ട റഫ് റോഡ് മോഡ്, അപ്പം വഴി കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ ആ മോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സസ്പെൻഷനിലൊക്കെ ആ ഒരു സ്റ്റിഫർ സൈഡ് നമുക്ക് കുറച്ചുകൂടി അത് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അകത്ത് കുറേ ഇമ്പാക്റ്റ് കുറവായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തെ ആ ഒരു ഷെയ്ക്കിങ് കാര്യങ്ങൾ കുറച്ചുകൂടെ കുറവായിട്ടിരിക്കും. അപ്പോൾ ഓരോ മോഡ്സ് അനുസരിച്ച് സിറ്റി മോഡ് ആകുമ്പോൾ നമുക്ക് നോർമൽ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടും. അതുപോലെ തന്നെ ബെറ്റർ ഒരു സസ്പെൻഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെയൊക്കെ പല മോഡ്സ് അനുസരിച്ച് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാവുന്ന. ഇനി വണ്ടി അത്യാവശ്യം ലോങ് സ്ട്രെച്ച് ഓടിച്ചാൽ വണ്ടിയുടെ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ ഒരു 13 to 17 റേഞ്ചിലാണ് ഇതിന് ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നത്. ബട്ട് ഇത്രയും ലോങ് സ്ട്രെച്ച് ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. 17.1 ആണ്. അത്യാവശ്യം അത് മോശമില്ലാതെ ഒരു 7 സീറ്റർ വണ്ടിക്കകത്ത് അത്യാവശ്യം ഫുള്ളി പാക്ഡ് ആയിട്ട് ഒരു ലോങ് സ്ട്രെച്ച് ഹൈവേയിൽ ഇത്രയും ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒട്ടും മോശമായിട്ട് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്തിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നത്. ഇപ്പോൾ 100+ കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്ന് തിരിച്ച് പഞ്ചാബിലോട്ട് പോകുന്ന വഴിക്കാണ്. നമ്മുടെ കേരളത്തിലെ റോഡ് കണ്ടീഷൻ അല്ല ഇത്. ഞാൻ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ വണ്ടി അത്രയും കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചു വന്നു. അപ്പോൾ വണ്ടിക്കകത്ത് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം സാറ്റിസ്ഫൈഡ്. പിന്നെ ഇതിനകത്ത് 360 ഇല്ല എന്നുള്ള ഒരു മിസ്സിംഗ് ആയിട്ട് അത് ശരിക്കും ഈ ഒരു വേരിയന്റ് ഇല്ലെന്നാണോ അതോ നിങ്ങൾ എടുത്തപ്പം വണ്ടിക്ക് ഇല്ലാത്ത ഈ മോഡലിന് ഇല്ലായിരുന്നു? അത് കഴിഞ്ഞുള്ളതിന് എനിക്കൊന്ന് 360 വരുന്നു. ഇതപ്പോ ടോപ്പ് എൻഡ് വേരിയന്റ്. അപ്പൊ ശരിക്കും അത് ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അപ്പം കമ്പനി ഇറക്കിയ ടൈമിൽ 360 ഡിഗ്രി ഈ വേരിയന്റിന് അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് ഇപ്പം വണ്ടി എടുത്തിട്ട് എത്ര നാളായി? ഒരു 2 മാസമാണ്. ഇപ്പോഴത്തെ വേരിയന്റ് കറന്റ് അപ്ഡേറ്റഡ് ആയിട്ട് 360 ഡിഗ്രി ക്യാമറയും അത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ നമ്മള് ഒരു എത്ര ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്ര ആയതായിരുന്നു? 25 ഓൾമോസ്റ്റ് ഒരു 25 lakhs കൊടുത്ത് ഒരു വണ്ടി ഇറക്കുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പം അത്രയും സിസ്റ്റവും ടെക്നോളജി അത്രയും അഡ്വാൻസ് ആയപ്പം 360 ഡിഗ്രി ക്യാമറയും കൂടെ വണ്ടിക്കൊരു അത്യാവശ്യമാണ്. നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ടാറ്റ സഫാരി ഡാർക്ക് എഡിഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വണ്ടി റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.